അത്യാവശ്യം ഗരം മസാലയൊക്കെ വേണം, നല്ല മണം കൊടുക്കും. ചിക്കനല്ലേ വെക്കുന്നത്, അപ്പോൾ അതിൻ്റെതായ ഒരു രുചി വേണം. നമുക്ക് മസാലയിൽ ഒരു പിശുക്കും പാടില്ല, നല്ല അടിപൊളി മസാലയായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ ഓയിൽ കുറവുണ്ട്. ഓയിൽ കുറവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മസാല നന്നായിട്ട് ഫ്രൈ ആവും. അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരിഞ്ഞൊരു ഇത് വരും, പിന്നെ അത് കറിക്ക് മൊത്തം ബാഡ് സ്മെല്ലായിരിക്കും. അതുകൊണ്ട് നമ്മളിങ്ങനെ അതുപോലെ മസാല ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല മസാലയുടെ നല്ല മണം വരുന്നുണ്ട് അല്ലേ? നല്ല മണം വരുന്നുണ്ട്. അശ്ബ്രോ എങ്ങനെയുണ്ട്? നല്ല അല്ലേ? മണം വരുന്നില്ല? അല്ല ഇല്ലെങ്കിൽ പറയണം കേട്ടോ, മണം വരുന്നുണ്ടെന്ന് പറയാം, എന്നാലേ ഒരു സുഖമുണ്ടാവും. ഉണ്ടാക്കി നമ്മൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് ഉള്ളി മസാല എല്ലാം സെറ്റായിട്ടുണ്ട്, ആ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്കുണ്ടല്ലോ ഈ തക്കാളി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ലാസ്റ്റ് ഇടുന്നത് നല്ലത്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു തക്കാളിയിലൊരു വെള്ളം ഇറങ്ങാണ്ട് ആ വെള്ളം പോയി കഴിഞ്ഞ ശേഷം ഈ മസാല എല്ലാം കൂടി കഴിഞ്ഞ് ഒരു എണ്ണ തെളിയലുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ തെളിയാൻ വേണ്ടിയിട്ട് കാത്തുനിന്നുണ്ടായിരുന്നത്. അപ്പോൾ എണ്ണ തെളിയുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അത് തെളിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് മോനെ മോനെ പൊളിയല്ലേ, പൊളിയാനല്ലേ? എണ്ണ നന്നായി തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാം, നല്ല എരിവുണ്ടാവും. നമ്മൾക്ക് ഇഷ്ടം അങ്ങനെയാണ്, എരിവോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് നോൺ വെജ് കഴിക്കാൻ. പിന്നീടുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാറില്ല, കഴിക്കുമ്പോൾ നല്ല രീതിയിൽ കഴിക്കാം. നല്ല നോർമലിക്കല്ലേ? അപ്പോൾ ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് ആ ഇട്ട് ചിക്കൻ ഇടുന്നതല്ല നല്ലത്. അപ്പോൾ കുറച്ചും കൂടി ഇത് മണമൊക്കെ എങ്ങനെയുണ്ട്? നല്ല മണമല്ലേ? സെറ്റ് മണമല്ലേ? ഉണ്ടല്ലേ? അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഒരു 3 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഓക്കെ, അടയ്ക്കാൻ പോകണേ. കഴിച്ചതിന് ക്ഷീണം വിവരം മാറി. പക്ഷെ കഴിക്കുമ്പോൾ നമ്മൾ മലയാളികളാകുമ്പോൾ കുറച്ച് എരിവും കൂടിയും അതുകൊണ്ട് ഒരു कल हम बनाया ना वो ज़्यादा मिर्ची और मिर्ची आपको पसंद लाइक मिर्ची है ना? अभी भी मिर्ची ज़्यादा गर्मी का टाइम है ना. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇനി എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചിക്കൻ ആഡ് ചെയ്യാം. അതിന് മുമ്പ് ഈ മസാലൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഞാൻ ടേസ്റ്റ് ചെയ്താൽ കൊള്ളത്തില്ല, അതുകൊണ്ട് നമ്മളെ ചങ്കിൾ കൊടുക്കാം. होता है अड़ीगड़ा डंडल ऐसे अच्छा super बहुत बेहतरीन really it's good yes it's really good मसाला और all good okay अभी हमको इसमें चिकन डालेगा okay അപ്പോൾ നമ്മൾ ഇനി ചിക്കൻ കഴുകി വെച്ചിട്ടായിരുന്നു ഒരു 5-6 പ്രാവശ്യം നമ്മൾ കഴുകി വെച്ചതാണ്. അപ്പോൾ ഇനി അത് ഇതിലേക്ക് നമ്മൾ ഇടുന്നു, ചിക്കൻ ഇടുന്നു. ഇത് ഓൾറെഡി ചിക്കനിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ആ വെള്ളം ഉപയോഗിക്കുന്നില്ല. ഓക്കെ, നമുക്ക് ഇനി വരാൻ പോകുന്ന വെള്ളം നമ്മൾ ഉപയോഗിക്കും. ഇനി നമുക്കുണ്ടല്ലോ ഇതിനെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, ഇതിന് ഞാൻ വെള്ളം ഉപയോഗിക്കുന്നില്ല കേട്ടോ. വെള്ളം വേറെ അഡീഷണൽ ചേർക്കുന്നില്ല. അതിന് അഡീഷണൽ വെള്ളം ചേർക്കുന്നില്ല. उसमें है ना पानी दूसरा नहीं डाल रहे. ओके, इसका चिकन के अंदर पानी आता है, वो पानी में मैं बॉईल करता है. ठीक है, हम कल बनाए ना रात को, वो सेम मेथड. अच्छा, നമ്മൾ കുറച്ച് നേരമായി ചിക്കൻ വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുറച്ച് പോലും ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചില്ല. പക്ഷേ
ആ ചിക്കനത്തെ വെള്ളത്തിൽ മാത്രമായിട്ടുള്ളൊരു വിഭവമാണ്. ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്, റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കൊരു കുറച്ചും കൂടി ആ ഒരു മസാല ചിക്കനിലേക്ക് ഒന്ന് പിടിച്ച് വരണമെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് ഈ ഒരു സ്ലോ കുക്കിൽ ചെയ്യാം. ചെയ്തിട്ട് അറിയാം എങ്ങനെയുണ്ട്. അപ്പോൾ നമ്മുടെ ഷെരീഫ് ബ്രോ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം, എങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതുകൊണ്ട് ഷെരീഫ് ബ്രോയുടെ കുക്കിംഗ് കഴിച്ചിട്ടപ്പോൾ നോക്കാം. ഗ്രേവി, കുറച്ച് ഗ്രേവി കൂടി ഇട്ട് കഴിഞ്ഞാൽ സെറ്റ്. This is super tasty, bro. Delicious food. ഇതൊക്കെ കഴിച്ചു അടിപൊളി. കഴിച്ചില്ല. ഒന്നും പറയാനില്ല. അടിപൊളി. ഇനി വേറൊരു സംഭവമുണ്ട്. നമുക്ക് എത്ര എരിവിൽ വെച്ചാലും നമുക്ക് കഴിക്കേണ്ട ഒറ്റ സാധനമാണ് പിക്കിൾ, മാംഗോ. നമ്മുടെ ഫേവറേറ്റാണ്. ബോട്ടിൽ വാങ്ങിയില്ല, അതുകൊണ്ട് ഇത് മാത്രമായിട്ട് നമ്മൾ വാങ്ങിയതാണ്. ഇതും അതിലൂടെ ആഡ് ചെയ്യണം. നമ്മുടെ ക്യാമറമാൻ ഭരത് ഇപ്പോൾ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ട് പുള്ളിയും കൂടി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായി. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടണൊക്കെ അമർത്തിയിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? സെറ്റ്.